നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ഇറ്റലിക്ക് പിന്നാലെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്ന് സ്പെയിനിൽ മരണസംഖ്യ 3647ആയി. 24 മണിക്കൂറിനിടെ സ്പെയിനിൽ 738 പേരും ഇറ്റലിയിൽ 683 പേരും മരിച്ചു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 21,180ആയി. യുഎസിൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ഇന്നലെ 10,796 കേസുകളാണ് യുഎസിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. വിശദാംശങ്ങളുമായി ഗ്രീഷ്മ ചേരുന്നു. ഗ്രീഷ്മ, രണ്ട് പ്രധാന കേന്ദ്രങ്ങളായി മാറുകയാണ് കോവിഡ് വ്യാപനത്തിന്റെ. ഒന്ന് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റൊന്ന് അമേരിക്കയും. എന്താണിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ? രഞ്ജിത്ത്, ചൈനയ്ക്കും ഇറ്റലിക്കും പിന്നാലെ 3000 മരണം കടക്കുന്ന ആദ്യ രാജ്യമായി സ്പെയിൻ മാറുന്നു. ഇതിൽ തന്നെ ചൈനയെ മറികടക്കുന്ന മരണസംഖ്യയാണ് ഇപ്പോൾ സ്പെയിനിലുള്ളത്. ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയിരുന്ന രാജ്യമായിരുന്നു ചൈന. എന്നാൽ തൊട്ടു പിന്നാലെ ഇറ്റലി 7000 മരണം, ഇറ്റലിയിൽ മാത്രം 7000-ഓളം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിന് പിന്നാലെ ഇപ്പോൾ സ്പെയിനിൽ കൂടി മരണസംഖ്യ ഉയരുന്നു. ചൈനയെ മറികടന്ന് 3600ഓളം മരണമാണ് ഇപ്പോൾ സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗികളുടെ എണ്ണവും അതിവേഗത്തിൽ ഉയരുകയാണ്. ഇന്നലെ മാത്രം 6000-ലധികം രോഗികളാണ് സ്പെയിനിൽ മാത്രം ഉണ്ടായത്. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിലെ ആകെ തന്നെ മരണസംഖ്യയിലെ 2/3 ഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളിലായി മാത്രം ചുരുങ്ങുകയാണ്. ഇറ്റലിയിലും സ്പെയിനിലും മാത്രമായി 11,000-ലധികം മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്പെയിനിലെ ഉപമുഖ്യമന്ത്രിക്കടക്കം COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശക്തമായ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ തന്നെ രോഗവ്യാപനം ഒരു ഘട്ടത്തിലും തടയാനാകുന്നില്ല. മരണസംഖ്യ വളരെ വേഗത്തിൽ ഉയരുന്നു. ഈ രണ്ട് പ്രധാന ഘടകങ്ങൾ തന്നെയാണ് സ്പെയിനെയും ഇറ്റലിയെ പോലെ തന്നെ സ്പെയിനെയും പിടിച്ചുലയ്ക്കുന്നത്. പുറത്തിറങ്ങിയാൽ, അതായത് COVID-19 നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നവർക്ക് ഫൈനും പിഴയും അടക്കം ചുമത്തിക്കൊണ്ട് ശക്തമായ നിർദ്ദേശങ്ങൾ രാജ്യങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും യൂറോപ്പിൽ ഒരു ഘട്ടത്തിലും രോഗവ്യാപനം തടയാനാകുന്നില്ല. ജർമ്മനിയിലും ഫ്രാൻസിലും UK-യിലും അടക്കം മരണസംഖ്യ ഉയരുന്നു. രോഗികളുടെ എണ്ണത്തിലും വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രഭവ കേന്ദ്രം, അതായത് രോഗവ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രം യൂറോപ്പാണ്. ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദിനം പ്രതി ഉയരുന്ന രോഗികളുടെ എണ്ണവും മരണസംഖ്യയും തന്നെയാണ്. അമേരിക്കയുടെ കാര്യം, അമേരിക്കയിലും 10,000 കടക്കുന്നു രോഗബാധിതർ. അത്തരത്തിൽ 10,000-ഓളം പേർക്ക് രോഗം പിടിപെടുന്നു. അങ്ങനെ ഒരു തരത്തിലും അവർക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ മരണസംഖ്യ 900 കടന്നു. അതിവേഗമാണ് അമേരിക്കയിലും മരണസംഖ്യയും രോഗത്തിന്റെ വ്യാപനവും വർദ്ധിക്കുന്നത്. അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രോഗം വ്യാപിച്ചിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളെ അതിഗുരുതരമായി രോഗവ്യാപനം പിടിച്ചുലയ്ക്കുകയാണ്. കാലിഫോർണിയ, വാഷിംഗ്ടൺ, ന്യൂയോർക്ക് സംസ്ഥാനങ്ങളെ അതിഗുരുതരമായി തന്നെ രോഗവ്യാപനം പിടിച്ചുലയ്ക്കുകയാണ്. ദിനം പ്രതി 10,000-ലധികം രോഗികളാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലോകത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വർധന ദിനം പ്രതി ഉണ്ടാകുന്നത് അമേരിക്കയിലാണ്. 24 മണിക്കൂറിനിടയിൽ 10,000-ഓളം രോഗികളാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ ശരി ഗ്രീഷ്മ, കോവിഡ് രൂക്ഷമായ രാജ്യങ്ങളിൽ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ 10,000-ഓളം ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 30 പേർക്ക് ജീവൻ നഷ്ടമായി. സ്പെയിനിൽ രോഗബാധിതരിൽ 14% ആരോഗ്യ പ്രവർത്തകരാണ്. ഇറാൻ തലസ്ഥാനം ടെഹ്റാനിലെ ഷൊഹാദ് ആശുപത്രി രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രായത്തിനും അവശതയ്ക്കുമൊപ്പം ഷിഫ്റ്റുകളും മറന്ന് ജോലി ചെയ്യുകയാണ് ഡോക്ടർ ഷിറിൻ റുഹാനിയെ പോലുള്ളവർ. ഡോക്ടർ ഷിറിന്റെ ഇടതു കൈയിലേക്കൊന്ന് നോക്കിയാൽ കാണാം നിർജ്ജലീകരണം മൂലം IV സലൈൻ ഡ്രിപ്പ് ഇട്ടിരിക്കുന്നത്. സഹപ്രവർത്തകർ പകർത്തിയ ഈ ചിത്രം ഡോക്ടറുടെ അവസാന ചിത്രമായി. കോവിഡ് സ്ഥിരീകരിച്ച ഡോക്ടർ 2 ദിവസത്തിനകം മരിച്ചു. ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുണ്ട്. രോഗബാധയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തൊഴിലെടുക്കുന്നവർ. ഇറ്റലിയിലും സ്പെയിനിലുമായി 10,000-നടുത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടെന്നാണ് കണക്ക്. സ്പെയിനിൽ ആകെ രോഗബാധിതരിൽ 8% മുകളിലും ഇറ്റലിയിൽ 14% വരുമത്. ഡോക്ടർ ഷിറിനെ പോലെ 30 ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജീവൻ നഷ്ടമായി. ഈ കണക്കുകൾ പുറത്തുവരുന്ന സമയത്താണ് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ തൊഴിലെടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന ബ്രിട്ടനിലെ ഡോക്ടർമാരുടെ വെളിപ്പെടുത്തലും. വേണ്ട സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗികൾക്കൊപ്പം അവരെ ചികിത്സിക്കുന്നവരെയും ലോകം കരുതലോടെ കാണട്ടെ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 657ആയി. ഇതുവരെ 12 മരണം റിപ്പോർട്ട് ചെയ്തു. സമൂഹവ്യാപനം സംശയിക്കുന്ന തമിഴ്നാട്ടിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. തമിഴ്നാട്ടിൽ ഇതുവരെ 26 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ 116 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി വരികയാണ്. രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കോവിഡ്-19-നെതിരെ ഒന്നിച്ചു പൊരുതി കേരളം. നിലവിൽ 112 പേരാണ് വിവിധ ആശുപത്രികളിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. രോഗം ഭേദമായതിനെ തുടർന്ന് 2 പേരെ കൂടി ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിലുള്ള 7 പേരുടെ ഫലം നെഗറ്റീവായതായും ആശ്വാസ വാർത്തയാണ്. കാസർഗോഡ് ജില്ലയിലെ ഇന്ന് പുറത്തുവരാനിരിക്കുന്ന ഫലങ്ങളും ഏറെ നിർണായകമാണ്. കാസർഗോഡ് നിന്ന് കെ വി ബൈജു, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥ്, പത്തനംതിട്ടയിൽ നിന്ന് ടിറ്റോ, തിരുവനന്തപുരത്ത് നിന്ന് വി ആർ കാർത്തിക് എന്നിവർ ചേരുന്നു. ആദ്യം കെ വി ബൈജുവിലേക്ക്. ബൈജു, കാസർകോട്ടെ സാഹചര്യം ഇന്ന് നിർണായകമാണ്. ഫലങ്ങൾ പുറത്തുവരാനുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. 251 പേരുടെ ഫലമാണ് ഇന്ന് വരാനുള്ളത്. ആകെ നിരീക്ഷണത്തിലുള്ളത് 3794 പേരാണ്. ഇത്തരത്തിൽ ഇന്ന് ഏറെ നിർണായകം തന്നെയാണ്. കാരണം ഈ ഏരിയാൽ സ്വദേശിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരുടെയാണ് ഇതിൽ കൂടുതലും ഈ ഫലം വരാനുള്ളത്. കഴിഞ്ഞ ദിവസവും കലക്ടർ ഈ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ നേരിയ തോതിലുള്ള ഒരു ആശ്വാസം ഉണ്ടായത് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. തുടർച്ചയായ 3 ദിവസങ്ങളിൽ ജില്ല പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഒരു നേരിയ തോതിലുള്ള ആശ്വാസം ഉണ്ടെങ്കിലും ഇന്ന് ആശങ്ക ഉള്ള ഒരു ദിനം തന്നെയാണ്. മറ്റൊരു കാര്യം, പോലീസ് എന്തായാലും കടുത്ത നടപടികൾ ഇന്നും തുടരും. ഇത്തരത്തിൽ വാഹനങ്ങൾ പുറത്ത് ഇറങ്ങാൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ 11 മണി മുതൽ 5 മണി വരെയാണ് കാസർഗോഡ് ജില്ലയിൽ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. ആ സമയങ്ങളിൽ തന്നെ കൃത്യമായ രേഖകൾ സഹിതം വരണമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വിജയസാഗർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ജില്ലയിൽ തന്നെ ക്യാമ്പും ചെയ്തുകൊണ്ട്. രഞ്ജിത്ത്, ശരി. കോഴിക്കോട്ട് നിന്ന് അശ്വിൻ വല്ലത്തും ചേരുന്നു. അശ്വിന്, കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് കുറച്ചുകൂടി കാര്യമായ പരിശോധന നിരത്തുകളിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് കോഴിക്കോട്ടെ? ഇന്നലെ കർശനമായ നടപടിയാണ് ലോക്ക്ഡൌണിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലാകെ സ്വീകരിച്ചത്. 394 വാഹനങ്ങൾ, ഈ നിരോധനം ലംഘിച്ച് പുറത്തിറങ്ങിയ 394 വാഹനങ്ങൾ ജില്ലയിലാകെ പിടിച്ചെടുത്തു. 33 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവിയും കമ്മീഷണറുമെല്ലാം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇന്നലെ. ഇന്നും അത്തരത്തിലായിരിക്കും നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമാണ്. 30 സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം ഇന്ന് വരാനുണ്ട്. ആ ഫലം ഇന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത് വന്നു കഴിയുമ്പോൾ കോഴിക്കോടിന്റെ ഒരു സ്ഥിതി അറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി ഒരു റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു പങ്കുവച്ചത്. നമുക്ക് കൊച്ചിയിലെ ശ്രീനാഥിന്റെ വിവരങ്ങളിലേക്ക് പോകേണ്ടത്. ശ്രീനാഥ്, കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? രാജ്യത്തെ ജില്ലയിൽ പുതുതായി 3 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് തിരികെ വന്ന 2 പേർക്കും നേരത്തെ കോവിഡ് രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയ ആളുമായി അടുത്തിടപഴകിയ ആൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. കോവിഡ് സ്ഥിരീകരിച്ച എറണാകുളം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ കഴിയായിരുന്ന 6 പേർ രോഗവിമുക്തരായി. ചികിത്സ ആരംഭിച്ച ശേഷം തുടർച്ചയായ 2 സാമ്പിളുകൾ പരിശോധനയിൽ നെഗറ്റീവ് ഫലമാകുമ്പോഴാണ് രോഗത്തിൽ നിന്ന് വിമുക്തരായതായി കണക്കാക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തിയ കണ്ണൂർ സ്വദേശികളായ 3 അംഗ കുടുംബം, ബ്രിട്ടീഷ് യാത്രയിൽ സംഘത്തിൽപ്പെട്ട 76 വയസ്സുള്ള പുരുഷൻ, അത്ര തന്നെ വയസ്സുള്ള സ്ത്രീയും അടക്കം 6 പേരാണ് രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. നമുക്ക് പത്തനംതിട്ടയിലെ ടിറ്റോ തങ്കച്ചനിലേക്ക് പോകേണ്ടത്. ടിറ്റോ, പത്തനംതിട്ടയിലെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് പുതിയ ഫലങ്ങൾ എന്തെങ്കിലും വരാനുണ്ടോ? രഞ്ജിത്ത്, ഇനിയും ഫലങ്ങൾ വരാനുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പത്തനംതിട്ടയിൽ 2 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾ UK-യിൽ നിന്നും വന്ന ആറന്മുള സ്വദേശിയാണ്. മറ്റൊരാൾ ദുബായിൽ നിന്നും വന്ന അടൂർ സ്വദേശിയാണ്. ഈ ദുബായിൽ നിന്നും വന്ന അടൂർ സ്വദേശി നിരവധി പേരുമായി സമ്പർക്കം പുലർത്തിയതായാണ് അറിയുന്നത്. ഇയാൾ ദുബായിൽ നിന്നും വന്ന ശേഷം ഹോം ക്വാറന്റൈനിലേക്ക് പോകാതെ കറങ്ങി നടക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകരെത്തി ഇയാളുടെ സാമ്പിൾ ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും. ഇയാൾക്ക് പ്രകടമായ രോഗലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. ഇത്തരത്തിൽ കറങ്ങി നടക്കുന്ന ആളുകളാണ് വലിയ പ്രശ്നം ജില്ലാ ഭരണകൂടത്തിന് സൃഷ്ടിക്കുന്നത്. രഞ്ജിത്ത്, ശരി ടിറ്റോ.
കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ COVID-19 പോസിറ്റീവായിരുന്ന ബ്രിട്ടൻ സ്വദേശിക്ക് നൽകിയത് HIV ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന്. ഇത് നൽകി മൂന്നാമത്തെ ദിവസം ഫലം നെഗറ്റീവ് ആവുകയും ചെയ്തത് ആരോഗ്യപ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷ നൽകി. COVID-19 സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു ബ്രിട്ടൻ പൗരനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയ ഉൾപ്പെടെ പിടിപെട്ട ഇയാളുടെ ആരോഗ്യനില ആദ്യഘട്ടത്തിൽ മോശമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പരിശോധനാ ഫലം നെഗറ്റീവായിരിക്കുകയാണ്. ഇയാൾക്ക് ആന്റിവൈറൽ മരുന്ന് നൽകാൻ സംസ്ഥാന മെഡിക്കൽ ബോർഡ് അനുമതി നൽകിയിരുന്നു. രോഗി കൂടി സമ്മതമറിയിച്ചതോടെയാണ് ജില്ലാ കളക്ടർ എസ് സുഹാസിന്റെ നേതൃത്വത്തിൽ മരുന്ന് ലഭ്യമാക്കിയത്. HIV ചികിത്സയിൽ പ്രയോജനപ്പെടുത്തുന്ന റിറ്റോനാവൈർ, ലോപ്പിനാവർ എന്നീ മരുന്നുകളാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ 7 ദിവസവും നൽകിയത്. മൂന്നാമത്തെ ദിവസം തന്നെ റിസൾട്ട് നെഗറ്റീവായി. മാർച്ച് 23 ലഭിച്ച രണ്ടാമത്തെ സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ഉറപ്പിച്ചതോടെയാണ് അധികൃതർ വിവരം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. സാധാരണയായി 2 ഫലങ്ങൾ തുടർച്ചയായി അനുകൂലമായാലാണ് നെഗറ്റീവ് റിസൾട്ട് എന്ന് രേഖപ്പെടുത്തുക. ഇന്ത്യയിൽ ജയ്പൂരിലെ SMS ആശുപത്രി കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് HIV-ക്കുള്ള മരുന്നുകൾ കോവിഡ് ചികിത്സയിൽ ഉപയോഗിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചൈനയിലെ വുഹാനിലും ഇവ പരീക്ഷിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ചികിത്സ. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ അനുമതി തേടിയാണ് മരുന്ന് നൽകിയതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ്. ഇന്നലെ 2535 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 1636 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. പരിശോധന കൂടുതൽ കർക്കശമാക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. നിർദ്ദേശങ്ങൾ കർശനമാക്കുമ്പോഴും പാലിക്കാത്ത ഒരു വിഭാഗമാണ് പോലീസിന് തലവേദനയാകുന്നത്. അനാവശ്യമായി നിരത്തിലിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പോലീസ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്നും DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. സ്വകാര്യ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ സത്യവാങ്മൂലം ഹാജരാക്കിയാൽ മാത്രമേ യാത്ര തുടരാൻ അനുവദിക്കൂ. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്ത 2535 പേരെ അറസ്റ്റ് ചെയ്തു. 1636 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1751 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതോടെ 2 ദിവസങ്ങളിലായി 3612 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് സിറ്റിയിലാണ്, 338. ഇടുക്കിയിൽ 214 കേസുകളും കോട്ടയത്ത് 208 കേസുകളും രജിസ്റ്റർ ചെയ്തു. കാസർഗോഡാണ് കേസുകൾ കുറവുള്ള ജില്ല, 10 എണ്ണം. പരിശോധന ശക്തമാക്കാൻ DGPക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസാണ് ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവര് തിരിച്ചറിയൽ കാർഡോ അതേപോലെ പാസോ കയ്യിൽ വെച്ചിരിക്കണം. അതില്ലാത്തവരോട് എന്തിനാണ് പുറത്തിറങ്ങിയതെന്ന് സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കും. അത് അന്വേഷിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിൽ SIക്കും പോലീസുകാർക്കും മർദ്ദനം. നിരോധനാജ്ഞ ലംഘിച്ചത് ചോദ്യം ചെയ്തതിന് പ്രകോപിതനായി മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. മുട്ടിൽ സ്വദേശി ഷിഹാബുദ്ദീനെ കൽപ്പറ്റ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്തു. കുട്ടനാട്ടിലെ നെൽകൃഷി വിളവെടുപ്പ് സംബന്ധിച്ച് ജില്ലയിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള യോഗം ഇന്ന് ആലപ്പുഴയിൽ നടക്കും. സംഭരണം നടത്തിയില്ലെങ്കിൽ ആയിരക്കണക്കിന് ടൺ നെൽ നഷ്ടമാകുന്ന സ്ഥിതിയാണ്. കൊയ്ത്ത് അവശ്യ സർവീസായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഹൈദരാബാദിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി മലയാളികൾ. പഠനത്തിനും ജോലി ആവശ്യത്തിനുമായി പോയവരാണ് കുടുങ്ങിയത്. പലരും ഹോസ്റ്റലുകളിലും മുറികളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. തെലങ്കാന സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതോടെ പുറത്തിറങ്ങാനും കഴിയുന്നില്ല. മാർച്ച് 31 നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചവരായിരുന്നു പലരും. പലർക്കും ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ലോക്ക്ഡൌണിനോട് പൂർണ്ണമായും സഹകരിച്ച് തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശങ്ങൾ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഒഴികെ മറ്റെല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങളെ നിരത്തിലുള്ളൂ. കോവിഡിനെ പ്രതിരോധിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ പാലിക്കാൻ ആദ്യമൊന്നും മടി കാണിച്ചെങ്കിലും നിലവിൽ പൂർണ്ണമായി സഹകരിക്കുകയാണ് ഗ്രാമീണ മേഖലകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്ന ആൾക്കൂട്ടം ഇപ്പോഴില്ല. നഗരവീഥികളെപ്പോലെ ഗ്രാമാന്തരങ്ങളും വിജനമാകുന്നു. മെഡിക്കൽ സ്റ്റോറുകളും ചില കടകളും മാത്രമേ തുറന്നു പ്രവർത്തിക്കുന്നുള്ളൂ. നിശ്ചിത സമയം കഴിഞ്ഞും തുറന്നിരിക്കുന്ന കടകൾ പോലീസ് നിർദ്ദേശം നൽകി അടപ്പിക്കുന്നു. ലോക്ക്ഡൌൺ കാരണം ദുരിതം നേരിടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഗ്രാമപ്രദേശങ്ങൾ നൽകുന്നത്. വൈറസിനെ നേരിടാൻ വേണ്ടി ജനങ്ങളൊപ്പം നമ്മളും കൂടെ എല്ലാവരും പങ്കാളിയായി സർക്കാരിനൊപ്പം നിൽക്കുകയാണ്. അതായത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ജോലിയില്ല, കൂലിയില്ലാതെ. പക്ഷേ നമ്മളെന്തായാലും സർക്കാരിനൊപ്പം കൂടെ നിൽക്കുകയാണ് ഈ വൈറസിനെ ഒഴിവാക്കാൻ വേണ്ടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഗ്രാമങ്ങളിൽ സജീവമാണ്.
സന്നദ്ധ സംഘടനകൾ കവലകളിൽ ഹാൻഡ് വാഷും സോപ്പും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം പോലീസ് പരിശോധനയും ശക്തമായി. സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർ സത്യവാങ്മൂലം കാണിച്ചാൽ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് നേരിടാൻ സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചതോടെ കൊച്ചി നഗരത്തിനൊപ്പം സമീപ പ്രദേശങ്ങളും നിശ്ചലമായി. കടമക്കുടി പോലെയുള്ള ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവിടുത്തെ മത്സ്യകൃഷിയിടങ്ങളും പ്രതിസന്ധിയിലാണ്. എറണാകുളം ജില്ലയിലെ സുന്ദരമായ ഗ്രാമീണ കാഴ്ചകളാണ് കടമക്കുടി നൽകുന്നത്. ഇന്ന് മറ്റെവിടെയും പോലെ നിശ്ചലമാണ് കടമക്കുടിയും. ഗ്രാമീണ ചന്തകളും നാൽക്കവലകളുമെല്ലാം ശൂന്യം. ഹെക്ടർ കണക്കിന് പരന്നുകിടക്കുന്ന ചെമ്മീൻകെട്ടുകളും മീൻ വളർത്തൽ പാടങ്ങളും കഴിഞ്ഞ നാൾ വരെ ഈ ദേശത്തിന്റെ സമൃദ്ധിയാണ് അടയാളപ്പെടുത്തിയിരുന്നത്. കോവിഡ് എന്ന വ്യാധി ലോകചരിത്രം തന്നെ മാറ്റിയെഴുതുമ്പോൾ ഇവിടെയുള്ള മത്സ്യകർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ്. കെട്ട് തീരെ പരിതാപമാണ്. ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 ലക്ഷം രൂപയോളം ഈ കെട്ടിന് ചിലവുണ്ട്. 3 ലക്ഷം രൂപ പോലും തികച്ച് കിട്ടിയിട്ടില്ല. ഈ ബാങ്ക് ലോണൊക്കെ എടുത്താണ് ഞങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്തേക്കുന്നത്. മിക്കവാറും ബാങ്കുകാർ കൊണ്ടുപോകുന്നത്. 2000 രൂപ വരെ 1 കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന ഞണ്ടുകൾ ഇപ്പോൾ നിസാര വിലയ്ക്ക് വിൽക്കുകയാണ്. നല്ല വില കിട്ടിയിരുന്ന ചെമ്മീൻ്റെയും മറ്റു മത്സ്യങ്ങളുടെയും അവസ്ഥയും ഇതുതന്നെ. എങ്കിലും എല്ലാ നഷ്ടങ്ങൾക്കും മുകളിലാണ് മനുഷ്യജീവനെന്നതിനാൽ ഇവിടത്തുകാരും ഒറ്റ മനസ്സോടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. കോവിഡ്-19 എന്ന മഹാവ്യാധി സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന് ഇപ്പോൾ നിശ്ചയിക്കുക സാധ്യമല്ല. എല്ലാ തിരിച്ചടികളിൽ നിന്നും കരകയറുമെന്ന നമ്മുടെ കരളുറപ്പ് തന്നെയാണ് ഭാവിയിലേക്കുള്ള എല്ലാ പ്രയത്നത്തിൻ്റെയും അടിസ്ഥാന മൂലധനം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. തെരുവിലലയുന്നവർക്ക് തണലൊരുക്കി സർക്കാർ. കോഴിക്കോട് നഗരത്തിൽ അലഞ്ഞ 215 പേരെയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത്. മഹാമാരിയുടെ കാലത്ത് തെരുവ് ജീവിതങ്ങൾക്ക് ഇനി സ്വസ്ഥമായി അന്തിയുറങ്ങാം. രാജ്യം അടച്ചുപൂട്ടിയപ്പോൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ തെരുവിലൂടെ അലയുകയായിരുന്നു ഇവർ. സന്നദ്ധ പ്രവർത്തകർ നൽകിയ ഭക്ഷണമാണ് പലരുടെയും പട്ടിണി മാറ്റിയത്. ഒടുവിൽ സർക്കാർ കരുതലിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റി. കോഴിക്കോട് നഗരത്തിൽ നിന്നും കണ്ടെത്തിയ 215 പേരാണ് ഷെൽട്ടർ ഹോമിൽ എത്തിയത്. ആദ്യം മുടിയും താടിയും വെട്ടി, പിന്നെ കുളിപ്പിച്ച വൃത്തിയാക്കി. സൗകര്യങ്ങളിൽ എല്ലാവരും പൂർണ്ണ തൃപ്തർ. ഞാനിവിടെ അവസരമായിരുന്നു. ഇപ്പോൾ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്നത്, ഗുളിയായിട്ടുണ്ട്, കഴിക്കാനുള്ള സമയം ഭക്ഷണം 3 നേരം കിട്ടുന്നുണ്ട്. വലിയ സുഖമാണ് ഇപ്പോൾ വന്നിട്ട്. ഇപ്പോൾ അത്യാവശ്യം അസുഖങ്ങളൊക്കെ മാറിക്കുന്നു. ഇവിടെ ഭക്ഷണമൊക്കെ തരുന്നുണ്ട്. ഭക്ഷണമൊക്കെ നല്ല തരുന്നുണ്ട്, നല്ല നോക്കുന്നുണ്ട്. മറ്റേ മുറിവിന് അതിനെല്ലാം മരുന്ന് തരുന്നുണ്ട്, ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പലർക്കും പായും തലയണയും കിട്ടി. ഗവൺമെന്റ്, ഇവിടുത്തെ സബ് കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ ഇവരൊക്കെ കൂടി ചെയ്ത ആ ഭംഗിയായ ആ ഒരു വർക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് തണൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് ആവശ്യമായ ഫെസിലിറ്റി, അത് പായ, തലയണ തുടങ്ങി അവരുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സദാ നേരം ഉണ്ടാവുക എന്നതാണ് തണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. ലോക്ഡൌൺ നടപ്പിലാക്കിയതോടെ തെരുവിലായവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ. പുത്തരിക്കണ്ടം മൈതാനത്താണ് താൽക്കാലിക കേന്ദ്രം ഒരുക്കുന്നത്. രാത്രി താമസിക്കാൻ തൈക്കാട് സ്കൂളും ഒഴിച്ചു നൽകി. 100-ലധികം പേരാണ് സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കിയതോടെ തിരുവനന്തപുരം നഗരത്തിൽ ഭക്ഷണം പോലുമില്ലാതെ ദുരിതത്തിലായത്. ഇവർക്ക് വേണ്ടിയാണ് പുത്തരിക്കണ്ടം മൈതാനം പൂർണ്ണമായും താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളായി മാറ്റുന്നത്. 3 നേരം ഭക്ഷണവും നൽകും. ഇവർക്ക് സുരക്ഷയ്ക്ക് സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. 3 നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ട് യാചകരെ ആ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏകദേശം 200ഓളം യാചകർ ആ ക്യാമ്പിൽ നിന്ന് ഉള്ളതാണ്. കൂടുതൽ വരുന്ന ബാക്കി കുറച്ചാളുകൾ പല സ്ഥലങ്ങളിലായി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവരെയും കൂടി ഈ പുത്തരിക്കണ്ടം ക്യാമ്പിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളും ഞങ്ങളെ സഹായിക്കുന്ന പോലീസും ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. വിശ്രമ കേന്ദ്രം നാളെ പൂർത്തിയാകുന്നതോടെ എല്ലാവരുടെയും രാത്രി താമസവും ഇവിടേക്ക് മാറ്റും. ഇപ്പോൾ ഒരു വിഭാഗം തൈക്കാട് സ്കൂളിലാണ് രാത്രി താമസിക്കുന്നത്. താൽക്കാലിക കക്കൂസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനം അടച്ചപ്പോൾ അന്നം കിട്ടാതെ വലയുന്നവർക്ക് കരുതലായി തൃശൂരിലെ ഒരു കൂട്ടം യുവാക്കൾ. പോലീസിന്റെ അനുമതിയോടെയാണ് ഇവർ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. യാത്രാമാർഗം മുടങ്ങിയതോടെ കുടുങ്ങിപ്പോയ ഒട്ടനവധി മനുഷ്യരുണ്ട്
തൃശൂർ നഗരത്തിൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂലിപ്പണിക്കായി ഇവിടേക്ക് വന്നവർ, തെരുവിലലയുന്ന യാചകർ, കിടപ്പാടമില്ലാത്തവർ, അടച്ചുപൂട്ടലോടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തവർക്ക് കരുതലേകുകയാണ് തൃശൂരിലെ ഒരു കൂട്ടം യുവാക്കൾ. കുറച്ച് ആൾക്കാർ, ഞങ്ങൾ 5-6 ആൾക്കാരുള്ളൂ. ഞങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ പുറത്തിറങ്ങണല്ലോ. നാളെ ഇതിലും കൂടുതൽ ആൾക്കാർ എത്തിക്കുന്നതാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീടുകളിലുള്ള ഒരു കുറച്ച് ചോറെങ്കിലും പൊതിഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിനെല്ലാവരും ഇത് സഹകരണം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുത്തൻപള്ളി, കോർപ്പറേഷൻ, സ്വരാജ് റൗണ്ട് എന്നിവിടങ്ങളിലായിരുന്നു യാസറും സംഗീതും അർജുനുമെല്ലാം ചേർന്ന് ഭക്ഷണം വിതരണം ചെയ്തത്. സ്വന്തം വീടുകളിൽ നിന്നും അയൽ വീടുകളിൽ നിന്നുമാണ് ഇവർ ഭക്ഷണം ശേഖരിച്ചത്. വിതരണം ചെയ്യാൻ അനുമതി തേടി പോലീസിനെ സമീപിച്ചു. സുരക്ഷാ മുൻകരുതലെടുത്ത് ഭക്ഷണ വിതരണത്തിന് പോലീസ് അനുമതി നൽകി. ഇത് വരും നാളുകളിലും തുടരാനാണ് ഈ സുഹൃത്ത് സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തൃശൂർ. കോവിഡിനെ ചെറുക്കാൻ തൂവാലയുമായി കോട്ടയത്തെ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് 1,00,000 തൂവാലകളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. ഒരു പറ്റം സ്ത്രീകൾ തുവാല തുന്നുകയാണ്. കോവിഡ് എന്ന മഹാമാരിയെ നേരിടാൻ മാസ്ക് കമ്പനികൾ നടത്തുന്ന ചൂഷണത്തെ എതിർക്കാൻ. ഇപ്പം ഞങ്ങൾ 2000 തയ്ച്ചു കൊടുത്തു. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് തുടങ്ങിയത്. എല്ലാവരും ഉറക്കളിച്ചൊക്കെ ഇരുന്ന് സാധനം കൊടുക്കുമെന്ന്. ചിലർക്ക് പേടിയാണ് വരാനായിട്ട്. ഇതിപ്പോൾ 50,000 നമുക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മൊത്തം 1,00,000 പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. കോട്ടയത്തെ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് പിന്നിൽ. നഗരത്തിലെ 5 തയ്യൽ കേന്ദ്രങ്ങൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം. ടവലാകുമ്പോൾ തുമ്മൽ വരികയോ ചുമ വരുമ്പോഴോ ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് കഴുകി ഉപയോഗിക്കാം. അതുകൊണ്ട് വലിപ്പമുള്ള ടവൽ വാങ്ങി ഇപ്പോൾ 5 കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ കൂട്ടരാണ് തയ്ച്ചു തരുന്നത്. ടൗണിലെ മറ്റൊരു ടൈലറിംഗ് യൂണിറ്റ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ കൃത്യമായി ഇപ്പോൾ തയ്ച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി പി തിലോത്തമൻ നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് TK ജയകുമാറിന് നൽകിയാണ് വിതരണത്തിന് തുടക്കമിട്ടത്. ന്യൂസ് 18 കോട്ടയം. ലോക്ഡൌണിനെ തുടർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് 5,000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് ഡൽഹി സർക്കാർ. വാടകയ്ക്ക് താമസിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ വീട്ടുടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നലെ വരെ 35 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് 5,000 രൂപ ധനസഹായം നൽകും. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 37,127 നിർമ്മാണ തൊഴിലാളികൾക്ക് ഉടൻ സഹായം ലഭ്യമാക്കും. 9,149 തൊഴിലാളികളെ ഉടൻ രജിസ്റ്റർ ചെയ്ത് സഹായം എത്തിക്കും. ഡോക്ടർമാർ അടക്കം വാടകയ്ക്ക് താമസിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ചില വീട്ടുടമസ്ഥർ ഒഴിപ്പിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഇത്തരം സമീപനമുണ്ടായാൽ വീട്ടുടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കും. हम लोग इनकी सेवा करेंगे, हम लोग इनको ठीक करेंगे. और अगर कोई मकान मालिक फिर भी नहीं माना तो हमने ऑर्डर्स कर दिए हैं, दिल्ली सरकार ने ऑर्डर्स कर दिए हैं. दिल्ली पुलिस इसके ऊपर सख्त कार्रवाई करेगी और ऐसे मकान मालिकों के खिलाफ सख्त से सख्त एक्शन लिया जाएगा. ലോക്ക്ഡൌൺ ആയതിനാൽ വാഹനയാത്രയ്ക്ക് പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ മരുന്ന്, ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ വാങ്ങുന്നതിന് സമീപ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് നിയന്ത്രണം ബാധകമല്ല. ന്യൂസ് 18 ഡൽഹി. കോവിഡിനെ തടയാൻ സാമൂഹിക അകലമെന്ന മാർഗമാണ് ഏറ്റവും ഫലപ്രദം. ഓഫീസ് സംവിധാനങ്ങളില്ലാതെ ജോലി ചെയ്യുന്ന അവശ്യ സർവീസുകാർ എന്തു ചെയ്യും? ബാങ്കോക്കിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ജീവനക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണം ഇങ്ങനെയാണ്. ബാങ്കോക്ക് നഗരം അടഞ്ഞുകിടക്കുകയാണ്. തെരുവുകളിൽ കൂട്ടം കൂടി നിൽക്കുന്നതിന് വിലക്കുണ്ട്. അതിനാൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ജീവനക്കാർക്ക് വിശ്രമിക്കാൻ നഗരത്തിലെ മാൾ തുറന്നിട്ടിരിക്കുകയാണ് അധികൃതർ. മാളിനുള്ളിൽ 1 മീറ്റർ ഇടവിട്ടാണ് ഇരിപ്പിടങ്ങൾ. ആളുകൾ മാറുന്നതിനനുസരിച്ച് കസേരകൾ വൃത്തിയാക്കുന്നുമുണ്ട്. ഊഴമനുസരിച്ച് റെസ്റ്റോറന്റിൽ നിന്നും വിളിയെത്തും വരെ മാളിലിരിക്കാം. റെസ്റ്റോറന്റിൽ ഭക്ഷണപ്പൊതികൾ കൈമാറുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.